ഇന്ന് രാത്രിയായപ്പോൾ നല്ല വിശപ്പ്. പുതിയ സംഭവമൊന്നുമല്ല, എങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നി. അങ്ങനെ ടാക്സി ഹോട്ടലിൽ പോയിട്ട് മജ്ബൂസ് റൈസും പിന്നെ ചിക്കൻ ഫ്രൈയും വാങ്ങി. ചിക്കൻ മജ്ബൂസിൻ്റെ റൈസാണ്. ടാക്സി ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചെറിയൊരു ഹോട്ടലാണ്. അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ ആണ്, പിന്നെ അതുപോലെ നെയ്ച്ചോറും. ഈ ടാക്സിക്കാർ കൂടുതലും പോയിട്ടാണ് ഈ ടാക്സി ഹോട്ടലിൽ നിന്ന് പേര് വന്നത്. ഇനി എന്തായാലും കഴിച്ചു നോക്കിയാലോ? ആ ചിക്കൻ മജ്ബൂസിൻ്റെ കൂടെ ഒരു പീസ് ഉണ്ടായിരുന്നു കേട്ടോ, ചിക്കൻ. ഞങ്ങൾ സെപ്പറേറ്റ് ആണ് വാങ്ങിയത്. അതായത് മജ്ബൂസിൻ്റെ റൈസ് സെപ്പറേറ്റ്, പിന്നെ ചിക്കൻ ഫ്രൈ ആണ് വാങ്ങിയത്. പക്ഷേ അതിലൊരു ചെറിയൊരു പീസ് കിട്ടി. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കിയാലോ? ആ പീസ് എടുത്ത് ആ ചോറിൽ വെച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ സൈഡായിട്ട് ഒരു ഗ്രേവി കിട്ടിയിരുന്നു. ആ ഗ്രേവിയും കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. സംഭവം റൈസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. മജ്ബൂസിൻ്റെ ഒക്കെ ശരിക്കും ഒതൻറ്റിക് ആയിട്ടുള്ളൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. പിന്നെ ആ ഗ്രേവി ആണെങ്കിൽ ഒരു നോർമൽ ഏവറേജ് എല്ലാ റൈസിൻ്റെ കൂടെ കിട്ടുന്ന ഗ്രേവിയാണ്. പിന്നെ സൈഡായിട്ട് കച്ചമ്പറുണ്ട്. കച്ചമ്പറിൻ്റെ കൂടെ കിട്ടിയാല ഞാനിവിടെ ഉണ്ടാക്കിയാണ്. ഇപ്പോൾ റൈസൊക്കെ കഴിക്കുമ്പോൾ കച്ചമ്പർ ഇല്ലെങ്കിൽ എന്തോ ഒരു മിസ്സിങ് പോലെയാണ്. ആ കച്ചമ്പറും പിന്നെ ചിക്കൻ വറുത്തും പിന്നെ ഗ്രേവിയൊക്കെ കൂട്ടി ചോറ് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. സംഭവം അടിപൊളിയാണ് കേട്ടോ. ചിക്കൻ ഫ്രൈ അത്യാവശ്യം ചൂടും ഉണ്ട്. സംഭവം നല്ല ഫ്ലേവർ ഉണ്ട് കഴിക്കാനായിട്ട്. ആ മജ്ബൂസിൻ്റെ റൈസും പിന്നെ ഇതുപോലെ ചിക്കൻ ഫ്രൈ ഒക്കെ കൂടി കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ ആ മജ്ബൂസിൻ്റെ കൂടെയുള്ള ചിക്കനും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. സാധാരണ ഹോട്ടലിൽ നിന്ന് മജ്ബൂസ് റൈസൊക്കെ മേടിക്കുമ്പോൾ സെപ്പറേറ്റ് ചിക്കനൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്ന മജ്ബൂസാണ് കിട്ടാറ്, റൈസ് മാത്രമായിട്ട് മേടിക്കുമ്പോൾ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചിക്കൻ മജ്ബൂസ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അബദ്ധത്തിൽ കിട്ടിയാണ് ഒരു പീസ്. സംഭവം കൊള്ളാട്ടോ. ഞാൻ പിന്നെ ആ പീസ് വേണ്ടാന്ന് വെച്ചിട്ടാണ് ചിക്കൻ ഫ്രൈ സെപ്പറേറ്റ് വാങ്ങിയത്, ആ ഫ്രൈ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. സംഭവം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അത് അധികം കോസ്റ്റ് ഒന്നുമില്ല, ചെറിയ ഹോട്ടലാണ്, പിന്നെ സാധാരണക്കാർ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഫുഡാണ്. അത്രയും കോസ്റ്റേ വരുന്നുള്ളൂ. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ നോർമലി സാധാരണ ഹോട്ടലിൽ നിന്നൊക്കെ മജ്ബൂസൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല വില കൊടുക്കേണ്ടി വരും. പിന്നെ അത്ര കോസ്റ്റും ഇല്ല, പിന്നെ അതുപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്. അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ഉണ്ട്. സംഭവം അടിപൊളിയാണ്. ഇപ്പോൾ ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല കേട്ടോ ഫുഡ് വാങ്ങിയിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു 7 മണി 7:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ വാങ്ങിയിട്ട് ഫുഡ് വാങ്ങിയിട്ട് അപ്പോൾ തന്നെ കഴിക്കുകയാണ്. പിന്നെ എന്താ പറയുക, അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഒന്ന് പുറത്തൊന്ന് പോകാനുണ്ട്. അങ്ങനെ പുറത്തൊന്ന് പോയിട്ട് വന്നിട്ട് പിന്നെ കഴിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ നല്ല വിശന്നപ്പോൾ അപ്പോൾ തന്നെ എടുത്ത് ഫുഡ് കഴിച്ചു. സംഭവം കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ചിക്കൻ ഫ്രൈയും ആ ഗ്രേവിയും ആ ചോറിലിങ്ങനെ നല്ല പോലെ കുഴച്ചിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. പിന്നെ പുറത്തൊക്കെ പോയി വന്നിട്ട് ഒരു 10-11 മണി ആവാനായിട്ട് കേട്ടോ റൂമിലെത്തുമ്പോൾ. ഇപ്പോൾ വന്നപ്പോൾ ചെറുതായിട്ട് ഒന്നും കൂടി വിശക്കുന്നുണ്ടായിരുന്നു. സംഭവം കഴിച്ച ഫുഡൊക്കെ എവിടെ പോയാണാവോ. ഒരു 10-11 മണി ആയിട്ട് കേട്ടോ റൂമിലെത്തുമ്പോൾ. അപ്പോൾ രാവിലെ കുബൂസ് വാങ്ങിയിരിപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു മുട്ട എടുത്തിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കി. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമല്ല, ജസ്റ്റ് ചീസും അതുപോലെ എഗ്ഗും വെച്ചിട്ട്. സംഭവം നല്ല ചൂടോടെ കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.